എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല പ്രീതി, ഞാൻ കഴിച്ചോളാം. കൈ ഒരു തരത്തിലും അനക്കാതെ വെക്കണം. ഭക്ഷണം അടക്കമുള്ള എന്തെങ്കിലും ബാൻഡേജിനുള്ളിൽ കയറിയാ ഇൻഫെക്ഷൻ ആവും. ഗിരിയേട്ടൻ കഴിക്കാം. ഇവള് ഗിരിയേട്ടനെ വിടാതെ പിടിച്ചിരിക്കുകയാണല്ലോ. പാവം ഗിരിയേട്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ ആവോ. നീ എത്തിയോ? നീ വരാൻ വൈകിയപ്പോ ഞാൻ കഴിക്കാന്ന് വിചാരിച്ചു. അത് നന്നായി. ഗിരിയേട്ടാ ഇനി വേണോ? വേണ്ട, മതി. ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ശരി. നീ ഇവിടെ നടക്കുന്നതൊക്കെ കാണുന്നുണ്ടോ അതോ കാണാത്തത് പോലെ അഭിനയിക്കുവാണോ? മനസ്സിലായില്ല. ഗിരിയേട്ടനും പ്രീതിയും തമ്മിലുള്ള അടുപ്പം നീ കാണുന്നില്ലേ? ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലെങ്കിലും നിന്നെ കൊണ്ടുള്ള ശല്യം അവസാനിക്കുമെന്നാ ഞാൻ കരുതിയത്. നിനക്കിപ്പോഴും പാരവയ്പ് മതിയായില്ലേ? പാരയോ? ഇതാണ് ഇക്കാലത്ത് ഒരാൾക്ക് നല്ലത് ചെയ്യരുതെന്ന് പറയുന്നത്. ഈ വീട്ടിലെ നിന്റെ സ്ഥാനം അടിച്ചു മാറ്റാൻ പ്രീതി ശ്രമിക്കുന്നത് കണ്ടതുകൊണ്ടാ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്. ഏതൊരു ഭാര്യയ്ക്കും തന്റെ ഭർത്താവിനോട് മറ്റൊരു സ്ത്രീ അടുക്കുന്നത് കാണുമ്പോ അസ്വസ്ഥത ഉണ്ടാവും. നിനക്കെന്താ അങ്ങനെ സംഭവിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോ ഗിരിയേട്ടനോടുള്ള ഇഷ്ടം ഇല്ലാതായതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിലും ഗിരിയേട്ടൻ നിന്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്ന ആളല്ലേ? അനാവശ്യം പറയരുത്. അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് സത്യം മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അനുഭവിക്കുമ്പോ പഠിച്ചോളൂ. നീ ആള് കൊള്ളാം കേട്ടോ. ഇത്ര പെട്ടെന്ന് ഈ വീട്ടിലൊരു സ്ഥാനം പിടിച്ചെടുക്കുന്നത് അത്ര എളുപ്പമല്ല. ഗിരിയേട്ടനെയും മഞ്ജുവിനെയൊക്കെ നീ പറ്റിച്ചു വെച്ചിരിക്കുവാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിന്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. എന്ത് ലക്ഷ്യം? വെറുതെ അഭിനയിക്കല്ലേ മോളെ. നീ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാ ഞാൻ. നീ പേടിക്കണ്ട. ഗിരിയേട്ടനെ നീ വളച്ചെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മഞ്ജു ഗിരിയേട്ടനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് നിന്നെ സംശയിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. നീ ബുദ്ധിപൂർവം കരുക്കളെ നീക്കിയ ഭാവിയിൽ എന്റെ നാത്തൂനാവാനുള്ള ഭാഗ്യം നിനക്കായിരിക്കും. പിന്നെ ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. മനസ്സിലായോ? എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഇവളെ സൂക്ഷിക്കണം. ഇവിടെയുള്ളവരിൽ ഏറ്റവും ബുദ്ധി വെക്ക. ഇവളെ വെറുപ്പിക്കാതിരിക്കുന്ന നല്ലത്.